അനന്തരം 6-ാം മാസത്തിൽ ഗലീലായിൽ നസ്രേത്ത് പട്ടണത്തിൽ ദാവീദ് വംശജനായ യോസേപ്പ് എന്ന പേരുള്ളൊരുവന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ മാലാഖ ദൈവസന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ടു. ആ കന്യകയുടെ നാമം മറിയാമെന്നായിരുന്നു. മാലാഖ അവളുടെ അടുക്കൽ വന്നവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ എന്നാ പറഞ്ഞു. അവൾ അവനെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ സമാധാനം എന്താകുമെന്ന് വിചാരിക്കുകയും ചെയ്തു. മാലാഖ അവളോട് പറഞ്ഞു, മറിയാമേ, നീ ഭയപ്പെടേണ്ട, എന്തെന്നാ ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന പേര് വിളിക്കണം. അവൻ മഹാനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവമായ കർത്താവ് പിതാവാം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് കുലത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയുമില്ല. മറിയാം മാലാഖയോട്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. മാലാഖ ഉത്തരമായി അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതന്റെ ശക്തി നിന്നിൽ ആവസിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു. അവൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ എലിശബ പോലും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്യ എന്ന് വിളിക്കുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ മറിയാം, ഇതാ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മാലാഖ അവളുടെ അടുക്കൽ നിന്ന് പോകുകയും ചെയ്തു. ബർഖുമോർ വിശൈനോ ലഖുൽഖു.